13കാരുടെ വ്യാജ പരാതിയിൽ കൂടൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ. മക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി കോളറിന് കുത്തിപ്പിടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് ആരോപണം. പ്രസാദ് MJ ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ പോലീസിനെതിരെ ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് വൈദ്യപരിശോധനയിൽ ഇരയായി ആരോപിക്കപ്പെട്ട പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ളെന്നും തുടർന്ന് പോലീസും കൗൺസിലും മറ്റുമൊക്കെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഇത് വ്യാജ പരാതിയാണെന്നുള്ളതൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് നിരപരാധികളായ ഈ 6 പേരെ പോലീസ് എടുത്ത് 6 പേരുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ 6 പേരിൽ മുതിർന്നവരായിട്ടുള്ള ഒരു 20 വയസ്സുള്ള ഒരു യുവാവിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനം അടിയന്തരമായി തന്നെ കൂടൽ പോലീസിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. കാരണം കൂടാതെയാണ് ആ 20കാരനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടൽ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ 20കാരനെ നേരിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു. തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കൂടൽ പോലീസിലെ ഈ മർദ്ദനത്തിന്റെ റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും ആഭ്യന്തര വകുപ്പിന് അത് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികളുമായി ആഭ്യന്തര മുമ്പോട്ട് പോകും. ഇതിനിടയിലാണ് ഈ ഇരയായി ആരോപിക്കപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠികൾ 6 പേരിൽ 4 പേരുടെ മാതാപിതാക്കൾ ഇന്ന് പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തങ്ങളോടൊപ്പം തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും മാതാപിതാക്കളുടെ മുമ്പിലും തുടർന്ന് അതിന് സ്റ്റേഷന്റെ അകത്തും വെച്ച് ഈ 4 കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തെന്നാണ് മാതാപിതാക്കൾ മാധ്യമങ്ങളോടൊക്കെ അവര് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ മാനസികമായി തകർന്നിട്ടുണ്ടെന്നും ഇനി തുടർന്ന് പഠനത്തിന് പോകുന്നില്ലെന്നും ഒക്കെയുള്ള നിലപാടിലാണ് അവര് ഉന്നയിച്ചേക്കുന്നത്. അവർക്കൊരു കൗൺസിലിംഗിന്റെ ആവശ്യം കൂടി ഉണ്ടായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള ഈ കുട്ടികളെ പോലീസ് അകാരണമായി പീഡിപ്പിച്ചതെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. നിലവിൽ ഇപ്പോൾ 20കാരനെ ഏറ്റ മർദ്ദനത്തിന് പിന്നാലെ നിരപരാധികളായ ഈ 4 കുട്ടികളുടെ മാതാപിതാക്കളും കൂടൽ പോലീസിനെതിരെ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.